സമുദായ ഐക്യ നീക്കത്തിൽ SNDP യോഗത്തിന് വീണ്ടും തിരിച്ചടി. NSS SNDP ഐക്യം പ്രായോഗികമാകുമെന്നും ചർച്ചകൾ തുടരുമെന്നും SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ചതിന് പിന്നാലെ എതിർപ്പ് പരസ്യമാക്കി NSS ജനറൽ സെക്രട്ടറി രംഗത്തെത്തി. ഐക്യം അടഞ്ഞ അധ്യായമെന്ന് ആവർത്തിച്ച G. സുകുമാരൻ നായർ SNDPക്ക് രാഷ്ട്രീയ ലക്ഷ്യമാണെന്നും കുറ്റപ്പെടുത്തി. കഴിഞ്ഞയാഴ്ച ചേർന്ന SNDP യോഗം വിശാല കൌൺസിലായിരുന്നു സമുദായ ഐക്യത്തിന് അംഗീകാരം നൽകിയത്. NSSുമായുള്ള ഐക്യചർച്ചകൾക്ക് തുഷാർ വെള്ളാപ്പള്ളിയെ നിയോഗിച്ചതും കൌൺസിൽ തന്നെ. NSS ഐക്യത്തിൽ നിന്ന് പിന്മാറിയ ശേഷമുള്ള ആദ്യ കൌൺസിൽ യോഗമാണ് ഇന്ന് ആലപ്പുഴയിൽ ചേർന്നത്. ഐക്യനീക്കത്തിൽ നിന്ന് പിന്മാറേണ്ടതില്ലെന്നും NSSനെ വീണ്ടും സമീപിക്കുന്നതിൽ തെറ്റില്ല എന്നും കൌൺസിൽ വിലയിരുത്തി. SNDPക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്ന് NSSനെ ബോധ്യപ്പെടുത്തണമെന്നും ആവശ്യമുയർന്നു. ഐക്യമുണ്ടാകുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി ആവർത്തിച്ചു. SNDP സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നയവും ലക്ഷ്യവും ഉദ്ദേശവും എല്ലാം ഈ പറയുന്ന ഐക്യം തന്നെയാണ്. ഒരിക്കലും ഐക്യത്തിന്റെ വാതിൽ അടയുന്ന പ്രശ്നമേ ഇല്ല. തുഷാറിന്റെ പ്രതികരണത്തിന് പിന്നാലെ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരും മാധ്യമങ്ങളെ കണ്ടു. എതിർപ്പുകൾക്കിടയിലും SNDP യോഗത്തിനുള്ള പ്രതീക്ഷയെ NSS തള്ളി. പെരുന്നയിൽ മഞ്ഞുരുക്കമില്ല. പൊതുവായിട്ട് ബാധിക്കുന്ന പ്രശ്നമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് അന്നേരം ഞങ്ങൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. അതിന് ഐക്യം ആവശ്യമില്ല. ഐക്യചർച്ചകൾക്ക് NDA കൺവീനർ കൂടിയായ തുഷാർ വെള്ളാപ്പള്ളിയെ നിയോഗിച്ചതോടെയാണ് NSS പിന്മാറിയത്. ഐക്യത്തിൽ SNDPക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നും NSS കുറ്റപ്പെടുത്തുന്നു. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.